ഓപ്പറേഷൻ സിന്ദൂറിൽ പോർവിളിയുമായി സടകുടഞ്ഞെഴുന്നേറ്റ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ലഭിച്ച വിജയം അവർക്കൊരു പുത്തൻ ഉണർവാണ് നൽകിയത്. ഈ ഗംഭീര വിജയത്തിന് പിന്നാലെ ഇന്ത്യൻ വ്യോമസേനയിലെ പോർ വിമാനങ്ങളുടെ എണ്ണം ഇരട്ടിയെ വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുകയാണ് വ്യോമസേന. അതും അമേരിക്കയുടെ ഒന്നും വേണ്ട, റഫാൽ മതി. ഇപ്പോൾ ഇന്ത്യയുടെ നിർബന്ധം അത് തന്നെയാണ്. ഇന്ത്യൻ വ്യോമസേനയുടെ ആവശ്യവും റഫാൽ വിമാനങ്ങളാണ്. അതും ഒന്നും രണ്ടുമല്ല, ഇന്ത്യ ഒന്നും മനസ്സ് വെച്ചാൽ 114 റഫാൽ യുദ്ധവിമാനങ്ങൾ ഇന്ത്യയിലേക്ക് എത്തും. അടുത്ത വർഷം ഇതിനുള്ള കരാർ ഒപ്പിടുമെന്നാണ് സൂചന. പകുതിയും ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുമെന്നാണ് മറ്റൊരു സന്തോഷകരമായ വാർത്ത. ഇന്ത്യയിലെ ഒന്നിലധികം കമ്പനികൾ ഈ വിമാന നിർമ്മാണവുമായി ബന്ധപ്പെടും. അതും 1.9 ലക്ഷം കോടി രൂപയുടെ കരാർ. ഇത്രയും ചെലവ് വരുന്ന പദ്ധതിക്ക് അനുമതി നൽകുന്നത് പക്ഷേ കേന്ദ്ര സർക്കാർ അതിന്റെ വിവിധ വശങ്ങൾ പഠിശേഷമാകും. പകുതി വിമാനങ്ങളും ഇന്ത്യയിൽ നിർമ്മിക്കുന്നതാണ് ഏറ്റവും വലിയ മേന്മ. നിർമ്മാണം പകുതിയിൽ ഇന്ത്യയിൽ പൂർത്തിയാക്കുന്നതോടെ സുരക്ഷ ഉറപ്പാക്കാം, വിശ്വാസ്യത ഏറും. ഇന്ത്യ ഇതുവരെ ഒപ്പിടുന്നതിൽ ഏറ്റവും വലിയ കരാറാകും ഇത്. ഫ്രാൻസ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ റഫാൽ യുദ്ധവിമാനങ്ങൾ ഉള്ളത് പിന്നെ ഇന്ത്യയാകും. കാലപ്പഴക്കം കാരണം MiG-21 യുദ്ധവിമാനം ഒഴിവാക്കിയതോടെ വ്യോമസേനയിൽ ഇപ്പോൾ 29 സ്ക്വാഡ്രൺ യുദ്ധവിമാനങ്ങളാണുള്ളത്. ആകെ എണ്ണം 500-നും 550-നും ഇടയിൽ മാത്രം. പാകിസ്ഥാനും ചൈനയ്ക്കുമുള്ള യുദ്ധവിമാനങ്ങളുടെ എണ്ണം എടുത്തു നോക്കിയാൽ പാകിസ്ഥാന് 25 സ്ക്വാഡ്രൺ 450 യുദ്ധവിമാനങ്ങൾ, ചൈനയ്ക്ക് 66 സ്ക്വാഡ്രൺ 1200 യുദ്ധവിമാനങ്ങൾ. അപ്പോൾ ഇന്ത്യയും തങ്ങളുടെ സ്ക്വാഡ്രനുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. ഇപ്പോൾ റഫാൽ ഒഴികെയുള്ള മിറാഷ്, ജാഗ്വാർ, മിഗ് വിമാനങ്ങളൊക്കെ കാലപ്പഴക്കം കൊണ്ട് ഇന്ത്യൻ വ്യോമസേനയുടെ ശോഭ കെടുത്തുമോ എന്നൊരു ഭീതിയുണ്ട്. ഈ വിമാനങ്ങളൊക്കെ ഒഴിവാക്കി റഫാൽ, സുഖോയ് 30, തേജസ് യുദ്ധവിമാനങ്ങളാകും ഇനി ഇന്ത്യൻ വ്യോമസേന ഉപയോഗിക്കുക. പിന്നെ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്ന തേജസ് മാർക്ക് 2 5ാം തലമുറ മൾട്ടി റോൾ കോമ്പാക്ട് എയർക്രാഫ്റ്റ് ഇവയൊക്കെ വരും വർഷങ്ങളിൽ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. ആദ്യഘട്ടമായി ഫ്രാൻസിൽ നിന്നും 18 വിമാനങ്ങൾ നിർമ്മാണം പൂർത്തിയാക്കിയവ വാങ്ങുമെന്നാണ് സൂചന. ഇതിൽ 60% യുദ്ധോപകരണങ്ങളും ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ചതാകും. റഫാൽ നിർമ്മാതാക്കളായ ദസോ ഏവിയേഷനും ഇന്ത്യയിലെ റിലയൻസ് ഗ്രൂപ്പും ഒരുമിച്ച സംയുക്ത കമ്പനിയായ ദസോ റിലയൻസ് എയറോസ്പേസ് ലിമിറ്റഡിന്റെ നാഗ്പൂരിലെ പ്ലാന്റിലാകും കരാർ ഒപ്പിട്ടാൽ 96 റഫാൽ യുദ്ധവിമാനങ്ങളും നിർമ്മിച്ചെടുക്കുക. വ്യോമസേനയുടെ പക്കലുള്ള റഫാലുകളുടെ എണ്ണം ഇതോടെ 150 ഉയരും. ഇതിനു പുറമെ നാവികസേനയുടെ പക്കലുള്ള വിമാനവാഹിനിയിൽ INS വിക്രാന്തിൽ വിന്യസിക്കാനായി 26 റഫാൽ മറീൻ യുദ്ധ വിമാനങ്ങൾക്ക് ഇന്ത്യ നേരത്തെ തന്നെ ഓർഡർ നൽകിയിട്ടുണ്ട്. 2014 കരാർ പ്രകാരം 36 റഫാൽ യുദ്ധ വിമാനങ്ങളാണ് ഇന്ത്യ വാങ്ങിയെടുത്തത്. ഇവ ഇപ്പോൾ അംബാല, പശ്ചിമ ബംഗാളിലെ ഹസിമാര വ്യോമത്താവളങ്ങളിലാണ് സദാ ജാഗരൂകരെ കാത്തിരിക്കുന്നത്. 4.5 ജനറേഷൻ യുദ്ധവിമാനമായ റഫാൽ ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യയുടെ യശസ് ഉയർത്തിയിരുന്നു. അങ്ങനെയാണ് ആ യുദ്ധവിമാനത്തിന്റെ കാര്യക്ഷമത ഒരു ഓപ്പറേഷൻ ഫീൽഡിൽ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് വളരെ കൃത്യമായി കണക്കുകൂട്ടാൻ സാധിച്ചത്. ഇതോടെ ലോകത്ത് ഫ്രാൻസ് കഴിഞ്ഞാൽ റഫാൽ യുദ്ധവിമാനങ്ങൾ ഉപയോഗിക്കുന്ന രണ്ടാമത്തെ രാജ്യമായി ഇന്ത്യ മാറും. റഫാൽ യുദ്ധവിമാനങ്ങൾ അസംബിൾ ചെയ്യാനായി ഇന്ത്യയിൽ ഹൈദരാബാദിൽ ഒരു പ്രത്യേക കേന്ദ്രം സ്ഥാപിക്കുമെന്നും റിപ്പോർട്ടുണ്ട്. റഫാൽ യുദ്ധവിമാനങ്ങളുടെ ഫ്യൂസേജ് നിർമ്മാണത്തിനായി ടാറ്റ ഗ്രൂപ്പുമായി നിലവിൽ തന്നെ കരാറുണ്ട്. ഇതുപോലെ തന്നെ റഫാൽ യുദ്ധവിമാനത്തിന്റെ കോക്പിറ്റ് സീറ്റുകൾ നിർമ്മിക്കുന്നത് ദസോ ഏവിയേഷന് വേണ്ടി ഇപ്പോൾ മഹീന്ദ്രയാണ്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ഉള്ള വിമാനങ്ങളിൽ 150 എണ്ണവും റഫാൽ യുദ്ധവിമാനങ്ങളാകും. ലോകത്തെ വ്യോമശക്തികളൊന്ന ഇന്ത്യ മാറുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വി ഡി സതീശൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച